ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. വിഷയം പിന്മാറ്റം. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി സഭകൾക്കുണ്ട്. പ്രിയമുള്ളവരെ, 1 ശമൂവേൽ 10:1. ഹല്ലേലൂയ. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവൻ എന്ന് പറയുന്നത് ശൗൽ രാജാവിനെയാണ്, ശൗലിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അതായത് ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ജാതികളെ പോലെ രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം ആകെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും പറഞ്ഞു, അവർ ചോദിച്ചതല്ലേ കൊടുത്തേക്കുവാൻ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ പ്രവാചകനാണ് ആട്ടിൻകൊമ്പിൽ അഭിഷേക തൈലമെടുത്ത് കൊണ്ട് ചെന്ന് ശൗലിനെ വിളിച്ച് ശൗലിനോട് വിവരം പറഞ്ഞ്, നീ ഇന്ന് തൊട്ട് രാജാവാണെന്ന് പറഞ്ഞിട്ട് ശൗലിൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു. അങ്ങനെ ഇസ്രായേലിന് ശൗല് രാജാവായി. ഹല്ലേലൂയ. ശൗല് രാജാവായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു രാജാവ് ആകുവാൻ വേണ്ടി ദൈവഹിതമനുസരിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനപ്രകാരം അഭിഷേകം ചെയ്തിരിക്കണം. അഭിഷേകം അത്ര വിലയുള്ളതാണ്. അഭിഷേകത്തിൻ്റെ വില അതാണ്. ഹല്ലേലൂയ. അവിടെ അഭിഷേകം ചെയ്ത് രാജാവാക്കി. അതുപോലെ തന്നെ ശൗൽ കർത്താവിൻ്റെ പ്രമാണവും നിയമവും തെറ്റിച്ചു. അതായത് കർത്താവ് പറഞ്ഞതിൽ നിന്നും തെറ്റിലേക്ക് പോയപ്പോൾ അത് പിന്മാറ്റമായി. ശൗൽ പിന്മാറ്റത്തിൽ പോയപ്പോൾ, ഹല്ലേലൂയ, യഹോവയായ ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും മാറ്റി. ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, രാജസ്ഥാനത്തിൽ നിന്നും മാറ്റി കഴിഞ്ഞിട്ട് രണ്ടാമതായി ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ് ദാവീദിനെ രാജാവാക്കണം, അവനെ അഭിഷേകം ചെയ്യണം. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ ആട്ടിൻകൊമ്പിൽ അഭിഷേക തൈലവുമായി പോയി ദാവീദിൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചു. അങ്ങനെ അഭിഷക്തനായി തീർന്നു. ഹല്ലേലൂയ. അഭിഷക്തനായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് രാജാവായി. എന്നാൽ ദാവീദ് ശൗൽ ചെയ്തതിലും വലിയ തെറ്റ് ചെയ്തു. ഹല്ലേലൂയ. വലിയ തെറ്റ്. ദൈവം വെറുത്ത്, ഹല്ലേലൂയ, ദാവീദിനെ പുറത്താക്കി. എങ്കിലും ദാവീദ് കാട്ടിലേക്ക് ഓടിപ്പോയി. ദാവീദിൻ്റെ മകൻ ശലോമോൻ ദാവീദിനെ കൊല്ലുവാൻ നോക്കി. കൊന്നിട്ട് അവന് രാജാവാകുവാൻ. ഹല്ലേലൂയ. ദാവീദിനെ കിട്ടിയില്ല. അത് പോരാഞ്ഞിട്ട് ശൗൽ രാജാവ് ദാവീദിനെ തേടി നടന്ന് വനത്തിൽ ആൾക്കാരുമായിട്ട് എവിടെ കിട്ടിയാലും കൊല്ലുവാൻ വേണ്ടി. അങ്ങനെ ദാവീദ് ഒളിച്ച് നടക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ഒളിച്ച് കാട്ടിലായിരിക്കുമ്പോൾ ശൗലിനെ ദാവീദിൻ്റെ കയ്യിൽ കിട്ടി, ഗുഹയ്ക്കകത്ത് വെച്ച്. അപ്പോൾ വേണമെങ്കിൽ ശൗലിനെ ദാവീദിന് കൊല്ലാമായിരുന്നു. എന്നാൽ, ഹല്ലേലൂയ, അവൻ ദൈവം തള്ളപ്പെട്ടവനെങ്കിലും അഭിഷേകം പ്രാപിച്ചവൻ അഭിഷക്തനായിരുന്നു എന്നുള്ളത് കൊണ്ട് ശൗൽ ദാവീദിനെ കൊന്നില്ല. അതാണ് അഭിഷേകത്തിൻ്റെ വില. ഹല്ലേലൂയ. ദാവീദ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് വീണ് കിടന്ന് കരഞ്ഞ്, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങൾ എഴുതി, സങ്കീർത്തനങ്ങൾ പാടി കർത്താവിൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് ദാവീദ് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. രണ്ടാമതായി ദാവീദ് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞവനെ, ഹല്ലേലൂയ, ദാവീദ് രക്ഷിച്ചു. അതാണ് ദാവീദിൻ്റെ ആ ഗുണം. ദാവീദ് കൊന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, അടുത്തത് നോക്കാം. ഉൽപ്പത്തി 19:26.
ഉൽപ്പത്തി 19:26 പറയുന്നത്, ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിപ്പോയി. അതും ഒരു പിന്മാറ്റമാണ്. ഹല്ലേലൂയ. സോദോം ഗൊമോറ മ്ലേച്ഛതയുടെ ഏറ്റവും കൂടിയ മ്ലേച്ഛതയായിരുന്നു. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ യഹോവയായ ദൈവം സോദോം ഗൊമോറയെ തീയും ഗന്ധവും ഇട്ട് നശിപ്പിക്കുവാൻ പോയി. അപ്പോൾ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണല്ലോ ലോത്ത്. ഹല്ലേലൂയ. ലോത്തിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തോട് ചോദിച്ചു. ഹല്ലേലൂയ. 10 പേരുണ്ട്, 5 പേരുണ്ടെങ്കിലും ഞാൻ സോദോം ഗൊമോറ നശിപ്പിച്ചു കളയില്ലെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ലോത്തിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു ലോത്തിനോട് ഓടിപ്പോകുവാൻ പറഞ്ഞു. അങ്ങനെ ആ പട്ടണത്തിൽ നിന്ന് വേഗം ഓടിപ്പോകും. നേരം വെളുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ലോത്തും ഭാര്യയും 2 പെൺമക്കളും അവിടുന്ന് ഓടിപ്പോകുമ്പോൾ പാതി വഴിയിൽ വെച്ച് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കും. പിന്മാറ്റം നോക്കുക. തിരിഞ്ഞു നോക്കും, പട്ടണത്തിലേക്ക് നോക്കും. എൻ്റെ ധനം, എൻ്റെ ഇതെല്ലാം കിടക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം കിടക്കുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ലോകത്തിലേക്ക് നോക്കി, പൈശാചികത്തിലേക്ക് നോക്കി. അങ്ങനെ അവൾ അവിടെ ഉപ്പുതൂണായത് തിരുവെഴുത്ത് പ്രകാരം കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പിന്മാറ്റം എന്താണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പിന്മാറ്റം, യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ ഹല്ലേലൂയ ലാബാൻ്റെ അടുത്ത് നിന്ന് പോരുമ്പോൾ, തൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് യാക്കോബിൻ്റെ കൂടെ പോരുമ്പോൾ അവർ ഹല്ലേലൂയ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് യാക്കോബ് പോരുമ്പോൾ, ഭാര്യമാർ 2 പേരും കൂടെയുള്ള ആൾക്കാരും അവൻ്റെ സ്വത്തുമെല്ലാമായിട്ട് പോരുമ്പോൾ, റാഹേൽ യാക്കോബ് അറിയാതെ ഒരു കാര്യം ചെയ്തു. ലാബാൻ്റെ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഒളിച്ചു വെച്ചു. ഹല്ലേലൂയ. അത് കാരണം എന്തു പറ്റി? ലാബാൻ വന്ന് തിരക്കി, എന്നിട്ടും കിട്ടിയില്ല. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ഞങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആള് മരിച്ചു പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ റാഹേൽ അത് ഒളിച്ചു വെച്ചത് കാരണം ജീവിതത്തിൻ്റെ പാതി വഴിയിൽ ഹല്ലേലൂയ റാഹേൽ മരിച്ചുപോയി. യാക്കോബിൻ്റെ ഭാര്യയായിരുന്നിട്ടും. ഓർത്ത് നോക്കുക. ഹല്ലേലൂയ. അതും ഒരു വലിയ പിന്മാറ്റമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ കാണാതെ ആയ ആട് പുതിയ നിയമത്തിൽ. ഹല്ലേലൂയ. 100 ആടുമായി ഹല്ലേലൂയ ഇടയൻ പോകുമ്പോൾ അതിൽ ഒരു ആട് കാണാതെ പോയി. ഹല്ലേലൂയ. ഒരാട് കാണാതെ പോയത് ആ നല്ല ഇടയൻ അറിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ 99 എണ്ണത്തെയും വിട്ടിട്ട് ആ ഒരെണ്ണത്തെ പോയി തേടി പിടിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ അതിനെ മടക്കി കിട്ടിയതിൽ സന്തോഷിക്കുകയാണ്. മറ്റുള്ള ആൾക്കാരെ വിളിച്ച് സന്തോഷത്തിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തു. അതാണ് ഇടയൻ. അതാണ് ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. സഭയുണ്ടെങ്കിൽ സഭകളിലുള്ള ദാസന്മാർ, ദൈവദാസന്മാർ, അവരിൽ സഭയിലുള്ള ഒരാൾ ഹല്ലേലൂയ ആത്മീയതയിൽ നിന്ന് പിന്മാറിപ്പോയാൽ അത് അറിയാൻ കഴിയണം. അടുത്ത് ചെല്ലണമെന്നില്ല, അറിയാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ അറിഞ്ഞാൽ ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ കഴിയും. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി പിന്മാറിയാൽ അവരെ തിരികെ കൊണ്ടുവരണം. ഹല്ലേലൂയ. ആ ജനത്തെ കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് 30-35 വർഷമായിട്ടും ആത്മീയതയിൽ അഭിഷേകത്തിലെത്താതെ, ആത്മമണ്ഡലത്തിലെത്താതെ പെന്തക്കോസ്ത് ജനം കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ പെന്തക്കോസ്തും മറ്റുള്ള സഭകളുമായിട്ട് എന്താണ് വ്യത്യാസം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പിന്മാറ്റത്തെ പറ്റി ഇവിടെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇതൊക്കെയും കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് കുറേ ജനത്തെയെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമാറാകണം. അതിനുവേണ്ടിയാണ് ഈ വിഷയങ്ങളൊക്കെയും എടുക്കുന്നത്. ഹല്ലേലൂയ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേൾക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ.